ജില്ലയിലെ കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ചതായി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീര സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർക്ക് പുതിയ പശുക്കളെ വാങ്ങാനായി പലിശരഹിത വായ്പകൾ വകുപ്പ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അതിദരിദ്രർക്ക് പശുക്കളെ വാങ്ങാൻ 95% സബ്സിഡിയോടെയുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പശുക്കളെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങുന്നതിനായി കിടാരി പാർക്ക് പദ്ധതി തുടരും. പാൽ വലിയ അളവിൽ സംഭരിക്കുന്നതിനായി 130 കോടി രൂപ മുതൽ മുടക്കിൽ മലപ്പുറത്ത് പാൽപ്പൊടി ഫാക്ടറി നിർമ്മിക്കും. രാത്രിയിലും വീട്ടുമുറ്റത്ത് വെറ്റിനറി ഡോക്ടർ, ആംബുലൻസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കാനുള്ള പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കും. ജില്ലയിലെ കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ചതായും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ക്ഷീരസംഘങ്ങളൊക്കെ ഇന്ന് വലിയ മാറ്റത്തിലാണ്. നമ്മളൊരു കാലഘട്ടത്തിൽ കൈകൊണ്ട് എഴുതി അപേക്ഷ കൊടുത്തിരുന്നതൊക്കെ ഇപ്പം മാറി. അതെല്ലാം ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ക്ഷീരസംഘങ്ങളിലെത്തുന്ന പാലിന് കൃത്യമായ അളവ് രേഖപ്പെടുത്തുവാനും അതാരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉൾപ്പെടെ അറിയുവാനും പറ്റാവുന്ന വലിയൊരു സൗകര്യം ഇന്ന് ക്ഷീരശ്രീ പോർട്ടൽ രാജ്യത്തിന് മാതൃകയായി ആദ്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്ന ബഹുമതി കൂടി കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ക്ഷീര മേഖലയിലെ നമ്മുടെ സ്വാഗത പ്രസംഗകനും മറ്റു ഉള്ളവരും സൂചിപ്പിച്ചത് അതാണ്. അപ്പോൾ അതാണ് ഇത്തവണ നമ്മുടെ 5 പശുവിൻ്റെയും 10 പശുവിൻ്റെയും 20 പശുവിൻ്റെയും ഒക്കെ യൂണിറ്റുകൾ നമ്മൾ ഇത്തരത്തിൽ ക്ഷീരശ്രീ പോർട്ടൽ വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ എന്നാലും നമുക്കറിയാം, ഇന്ന് ക്ഷീരസംഘങ്ങളിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒരുപാട് പെറ്റീഷൻസുകൾ ഇന്നും തരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് അതിൻ്റെ ഡയറക്റ്റ് ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പശുക്കളെ വളർത്തണമെന്ന് നിർബന്ധപൂർവ്വം നമ്മൾ പറയുന്നു. പാല് കൊണ്ടുവരുന്നത് ആരാണെന്ന് വെച്ചാൽ അവരുടെ പേർക്ക് തന്നെ പാൽ അളക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഇവിടുത്തെ ഒരു കർഷക എന്നെ വിളിച്ചു. പാല് കിലോമീറ്ററുകളോളം നടന്നാണ് സംഘത്തിലെത്തിക്കുന്നത്. സംഘം കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ സംഘത്തിന് പണമില്ലാത്തത് കൊണ്ട് ക്ഷീരകർഷകർ കൊണ്ടുവരുന്ന പാലിൽ നിന്ന് കുറേശ്ശെ പണം മാറ്റി വെച്ച് ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയാണ്. അപ്പോൾ ആ പരാതി ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ പരാതി അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി അത് പറയുന്നു. അവർക്ക് മറ്റു മാർഗങ്ങളില്ല, വേറെ ആർക്കും പാല് കൊടുക്കാൻ പറ്റുന്നില്ല. ആ തരത്തിലേക്ക് പോകുന്ന ക്ഷീരകർഷകരും നമ്മുടെ കേരളത്തിലുണ്ട്. അതിന് മാറ്റമുണ്ടാകും. അതിന് മാറ്റമുണ്ടാകാനാണ് കൂടുതൽ നമുക്ക് ഈ പശുക്കളെ കേരളത്തിൽ നമ്മൾ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിലേക്ക് നാം ഇന്ന് പോകുന്നു. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നത് വഴി ക്ഷീരസംഘങ്ങളിലെ വൈദ്യുതി ചെലവ് കുറയ്ക്കുക, സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുക എന്നിവയിലൂടെ കർഷകർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. സഹകരണ സംഘം 10,66,010 രൂപ ചിലവഴിച്ച പദ്ധതിയിൽ ക്ഷീരവികസന വകുപ്പ് 8 ലക്ഷം രൂപ ധനസഹായം നൽകി. പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, പടമുഖം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ജോബി വയലിൽ, മറ്റു ജനപ്രതിനിധികൾ, സഹകാരികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിൽ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330804447 അല്ലെങ്കിൽ 8330044821.